ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. ദൈവത്തിന് സ്തുതി. യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നെരവൽപ്പുഴയിലെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനൊരു എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ച് പറയല്ല, ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഞാൻ പാരമ്പര്യമായിട്ട് കിട്ടിയെന്ന് പറയുന്നില്ല, ഞാൻ കേട്ടറിഞ്ഞ ദൈവത്തെ, ഞാൻ അനുഭവിച്ചറിഞ്ഞ യേശു ക്രിസ്തുവിനെ നിങ്ങളോട് പറയാൻ കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരമായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കണക്കാക്കുന്നത്. ഞാൻ വലിയൊരു പ്രാസംഗികനോ ഒന്നുമല്ല. ബ്രദർ പറഞ്ഞ എൻ്റെ പേര് ഡെൽറ്റോ എന്നാണ്. ഞാൻ ബിടെക് സിവിൽ കഴിഞ്ഞ ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ തമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതല്ല, ഞാൻ കേട്ടറിഞ്ഞ കാര്യമല്ല, ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പം ഞാൻ അത്രയും ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടിയാണ് പറയുന്നത്. എനിക്ക് ചെറുപ്പം മുതൽ കിട്ടുന്നൊരു വചനം ഉണ്ടായിരുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയിട്ട് എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ എന്നൊരു വചനം കിട്ടുമായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാവില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, ഇടയ്ക്കിടയ്ക്ക് ഈ വചനം കിട്ടുന്നുണ്ടല്ലോ, എന്താ ചെയ്യണ്ടേ, അല്ലെങ്കിൽ എന്താ ഫോൺ വഴി തമ്പുരാനെ പ്രഘോഷിച്ചാൽ മതിയോ, സ്റ്റാറ്റസ് ഇട്ട് പ്രഘോഷിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ പറയണോ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം എൻ്റെ കുറേ കാലത്തെ ഉള്ള ഒരു വലിയൊരു ചോദ്യത്തിന് ഉത്തരവാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പം എനിക്ക് മനസ്സിലാകുന്നത്. മറ്റേ ഒരു സിനിമയ്ക്കകത്ത് മറ്റേ മോഹൻലാലിനോട് ശ്രീനിവാസൻ പറയുന്നുണ്ടല്ലോ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് അവസാനം. അതുപോലെ എൻ്റെ ആ ഒരു സമയം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് സന്തോഷത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പം നമ്മളെന്താ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു യാത്രയുടെ അനുഭവം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോയി, അവിടെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ടു. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞു, അതിൻ്റെ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷം ഇരട്ടിയാവുകയും ചെയ്യും, അതിനൊരു പൂർണ്ണത കൈവരുകയും ചെയ്യും. അപ്പം ഞാൻ അറിഞ്ഞ തമ്പുരാനെ എൻ്റെ മനസ്സിൽ വെക്കുമ്പം ഓൾറെഡി എനിക്ക് നല്ല സന്തോഷമുണ്ട്, അതിൽ ഭയങ്കര ആഹ്ലാദമുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞ് ഞാൻ മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അതിൽ കൂടുതൽ സന്തോഷം വരിക. അപ്പം ഞാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ തുടങ്ങുന്നത്. എനിക്ക് ജീവിതത്തിൽ തമ്പുരാൻ ഇന്നോളം അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഇടപെടലുകളും പറയുവാണെങ്കിൽ ഇന്നൊരു ദിവസം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുകയില്ല. ചുമ്മാ പറയുന്നതല്ല, കാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ അതിൻ്റെ ഏതാനും അനുഭവങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, കാരണം അത് ഇന്ന് പറഞ്ഞാൽ തീരുകയില്ല, എനിക്ക് അത്രയും ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ ജനനത്തിന് തൊട്ട് മുമ്പുള്ള ഒരു അനുഭവം, ഇപ്പം ഏറ്റവും ലാസ്റ്റ് സംഭവിച്ചൊരു അനുഭവം ഞാൻ ഇപ്പം നിലവിൽ നിങ്ങളോട് പറയുകയാണ്. അപ്പം ഞാൻ ജനിക്കുന്നത് എന്ന് വെച്ചിട്ടുള്ള കുറ്റ്യാടി KMC ഹോസ്പിറ്റലിലാണ്. അപ്പം എന്നെ മമ്മി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഡേറ്റ് ആകുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒരു പെയിന് വന്നിട്ട് അർജൻറ്റായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അപ്പം അന്ന് ചന്ദ്രമോഹൻ ഡോക്ടറായിരുന്നു 98-ൽ. ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 95% ഇവനെ കിട്ടുകയില്ല, ജീവനോടെ കിട്ടുകയില്ലെന്ന് വിധി എഴുതിയതാണ്. ഒന്നെങ്കിൽ അമ്മേനെ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടുകയുള്ളൂ. എന്നാലും എന്നെ കിട്ടാനൊരു സാധ്യതയില്ലെന്നുള്ള രീതിയിൽ 95% ഉറപ്പിച്ച് പറഞ്ഞതാണ്. അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എവിടെന്നെങ്കിലും ഡോക്ടറെ എത്തിച്ചിട്ട് വേണം ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് ഡോക്ടർ വടകരയിൽ നിന്ന് ഇവരെല്ലാം ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, എൻ്റെ മാതാപിതാക്കളും എൻ്റെ വല്യമ്മച്ചിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് അരമണിക്കൂർ കൊണ്ട് എങ്ങനെയോ ഡോക്ടർ എത്തി ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നത്. അത് തമ്പുരാൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ എന്നും കണക്കാക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇത് ഞാൻ അറിഞ്ഞ കാര്യം, എന്നോട് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ
ലാസ്റ്റത്തെ ഒരു അനുഭവം എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്, അല്ല ഈ സുവിശേഷം പ്രഘോഷിക്കുന്നതും അതും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വരാനുള്ള വലിയ കാരണം, ഞാൻ 2 മാസം മുമ്പ് ബദാനിയയിൽ പുല്ലൂരാമ്പാറ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു സിവിൽ എഞ്ചിനീയറാണ്. അപ്പം നിലവിൽ ഒരു സിവിൽ എഞ്ചിനീയർ A ക്ലാസ് ലൈസൻസ് ഉള്ള എഞ്ചിനീയറാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ PSCയും കൂടെ എഴുതിയെടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ ഞായറാഴ്ചകളിൽ സ്ഥിരമായിട്ട് PSC ക്ലാസ്സിന് പോകുന്നൊരു വ്യക്തിയായിരുന്നു. എൻ്റെ ഇടവകപ്പള്ളിയിലെ കുർബാന കൂടാതെ PSC ക്ലാസ്സിന് പോയി കോഴിക്കോട് പള്ളിയിൽ നിന്നായിരുന്നു ഞാൻ കുർബാന കണ്ടുകൊണ്ടിരുന്നത്. കുർബാന മുടക്കിയിട്ടില്ല, കോഴിക്കോട് പള്ളിയിൽ നിന്നായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഈ ധ്യാനത്തിന് കൂടിയപ്പോൾ എന്നോട് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് പറഞ്ഞു, ഞായറാഴ്ച എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. തമ്പുരാൻ്റെ ദിവസം അത് പരിശുദ്ധമായിട്ട് ആചരിക്കണം. അങ്ങനെ ഒരു നിർദ്ദേശം എനിക്ക് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അന്ന് നിർത്തി. ആ PSC ക്ലാസ്സിൽ പോകുന്ന പരിപാടി ഞാൻ അന്ന് നിർത്തി. ഞാൻ എന്നിട്ട് എൻ്റെ ഇടവകപ്പള്ളിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അതിനുശേഷം. അപ്പം ആ ഒരു ധ്യാനത്തിൽ തന്നെ എൻ്റെ ഈ ഒരു അണപ്പല്ലിന് റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറ്റ്യാടി പഴയ സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള ദന്തൽ ക്ലിനിക്കിലെ ഡോക്ടർ പറഞ്ഞാണ് റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നപ്പോൾ ഈ ധ്യാനത്തിന് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ ഇടയ്ക്ക് സ്തുതിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ബ്രദറിൻ്റെ ക്ലാസ്സിൻ്റെ സമയത്ത്. ആ ഒരു സ്തുതിക്കുന്ന സമയത്ത് ഒച്ചയിൽ സ്തുതിക്കും. എനിക്ക് ഈ റൂട്ട് കനാൽ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഈ പല്ലിന് നല്ല വേദനയായിരുന്നു. ഒന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല, ചെറിയ തണുപ്പുള്ള വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഈ ഒരു സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ ഒരു ചെറിയ സ്വരത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഈ പല്ലുവേദന വന്നു. അപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല, ഒരു സൗണ്ട് കൂട്ടി കുറച്ചുകൂടി സ്തുതിച്ചു. അപ്പോൾ ഇങ്ങനെ സ്തുതിക്കുന്നതിനിടയ്ക്ക് എനിക്കിങ്ങനെ ഓരോരോ അനുഭവങ്ങൾ തോന്നിക്കൊണ്ടിരിക്കാം. തമ്പുരാന് ഞാൻ ആദ്യം പാട്ട് പാടിയപ്പം നമ്മൾ ആ പാട്ടിൽ കേട്ടു, തിരുനാമ കീർത്തനം പാടുവാൻ അല്ലെങ്കിൽ നാവെനിക്കും തിരുനാഥാന്ന്. അപ്പം ഞാൻ ആ സ്തുതിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചെന്നാൽ എൻ്റെ പല്ലങ്ങ് പൊട്ടി തെറിച്ച് പോട്ടെ, എന്നാലും കുഴപ്പമില്ല, ഞാൻ സ്തുതിക്കും, ഒച്ചയെ തന്നെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് നല്ല ഒച്ചയെ ഞാൻ സ്തുതിച്ചു. അന്ന് സ്തുതിപ്പം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ 2 മാസമായി എൻ്റെ ആ പല്ലിനും എൻ്റെ വായിൽ ഒരു പല്ലിനും ഇതുവരെ ഒരു വേദന എടുത്തിട്ടില്ല. റൂട്ട് കനാല് ചെയ്യണമെന്ന് പറഞ്ഞ പല്ലായിരുന്നു. ദൈവത്തിന് സ്തുതി. അതെൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു അനുഭവമാണ്. ഒരുപാട് സന്തോഷത്തോടെ ഞാനതൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. പിന്നെ ഈ ഒരു ധ്യാനത്തിന് ശേഷമാണ് ഞാൻ ഈ വചന ശുശ്രൂഷയിലേക്ക് വരുന്നത്. കാരണം എന്നോട് പറഞ്ഞു ഞായറാഴ്ചത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ പരിശുദ്ധി. അപ്പോൾ ഞാനിങ്ങനെ അന്ന് പോലെ ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഇടവകപ്പള്ളിയിൽ ഞാൻ പിന്നെ സ്ഥിരമായിട്ട് തന്നെ പള്ളിയിൽ ഞായറാഴ്ച പോവും, പാട്ട് പാടാൻ നിൽക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു കേൾക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പരിപാടിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ ആൻറ്റി വഴിയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്നോട് ചോദിച്ചു പോകുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. എനിക്ക് അന്നേരം ഒരു മടിയായിരുന്നു, ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഇതിന് ശേഷം ഞാൻ 2ാമത് പാട്ട് പഠിക്കാൻ പോകുന്നൊരു സാറിൻ്റെ അടുത്ത് സാർ എന്നോട് ചോദിച്ചു, എടാ നീ പറഞ്ഞ ആ പാട്ട് കൊള്ളാം, നമുക്കിങ്ങനെ തെരുവ് ശുശ്രൂഷയുടെ ഒരു പരിപാടിയുണ്ട്, നമുക്കതിന് പോയിട്ട് തമ്പുരാനെ പ്രകീർത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സമ്മതം ജസ്റ്റ് മൂളി. പക്ഷേ അന്നേരം എൻ്റെ മനസ്സിൽ ഇത് തന്നെയാണ് പറയുന്നത്, എന്തിനാണ് പോകുന്നത്, അതിൻ്റെ ആവശ്യമില്ല, വെറുതെ ആൾക്കാർ പറയുകയേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. 3ാമത്തെ പ്രാവശ്യം എൻ്റെ 2 ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൽബിനും അഖിലും ഒക്കെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ പോയി പാട്ട് പാടി നല്ലൊരു അനുഭവം കിട്ടി, നീ വരണം എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിലൊരു ചെറിയ നെഗറ്റീവ് വരുന്നുണ്ട്. അന്ന് രാത്രി ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പം, അതായത് എൻ്റെ മനസ്സിൽ ഇത് നെഗറ്റീവ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, തമ്പുരാനെ പ്രകീർത്തിക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലോട്ട് ചിന്തിക്കുന്നേ ഇല്ല. ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു മാത്രമേ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അന്ന് വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരായി വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ആ ഒരു വചനം കിട്ടിയപ്പോൾ മുതൽ എനിക്ക് ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. എന്തായാലും ഞാൻ പോകും എന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ഞാൻ ഇതിപ്പോൾ ഇന്ന് 4ാമത്തെ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. വചന പ്രഘോഷത്തിന് വേണ്ടി വന്നിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ നിൽക്കുന്നത്. അപ്പം നിലവിൽപ്പുഴയിലെ പ്രിയപ്പെട്ടവരായ ദേശവാസികളെ, നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നവരായിക്കോട്ടെ, ആരോഗ്യ പ്രശ്നത്തിലോ സാമ്പത്തിക പ്രശ്നത്തിലോ മാനസികമായ പ്രശ്നത്തിലോ എന്തിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, അത് ഒരു സൊല്യൂഷനുണ്ട് നമുക്ക്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച ഒരാളുണ്ട്. ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വചനം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നാണ്. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയ
മകനേ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. അപ്പം എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഒന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. എന്ത് തന്നെ പ്രശ്നങ്ങളാണെങ്കിലും എനിക്ക് നിങ്ങളുടെ അടുത്തൊരു സൊല്യൂഷൻ പറഞ്ഞുതരാൻ പറ്റും, കർത്താവായ യേശു ക്രിസ്തു. ഞാൻ എൻ്റെ ചെറിയൊരു അനുഭവം, ഒരു 1-2 അനുഭവം കൂടെ പറയാം. ഞാൻ ഇതിനു മുമ്പ് ആണെങ്കിലും, ഞാൻ ഇപ്പം നാട്ടിലാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കോഴിക്കോട്, അതുപോലെ തന്നെ കേരളത്തിന് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ എല്ലാ സ്റ്റേറ്റിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് സ്ട്രക്ചറൽ ഹബിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടുത്തെ സ്ട്രക്ചറൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പം നിലവിൽ കേരളത്തിൽ മൊത്തം ഞാൻ സൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടകയിൽ കൂർഗ്, പിന്നെ വയനാട്, അങ്ങനെ ഒരുപാട് സൈറ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള പൊസിഷനല്ല, എനിക്ക് നല്ല പൊസിഷനായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കോഴിക്കോട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, 25 ദിവസം കൊണ്ട് 4 നില ബിൽഡിംഗ് പൂർത്തിയാക്കിയ KKK ശ്രീരംഗൻ ടവർ എന്ന് പറഞ്ഞൊരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. അത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു, ഒരു പുതിയ ഒരു ഇന്നോവേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ സൈറ്റ് എഞ്ചിനീയർ ഫേമിലെ ഏക സ്ട്രക്ചറൽ എഞ്ചിനീയർ ഞാനായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തെയും എൻ്റെ നല്ല നല്ല പ്രൊജക്ട് കോർഡിനേറ്റർ, അങ്ങനെയുള്ള ഒരുപാട് പൊസിഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ വർക്ക് ചെയ്തപ്പോഴൊക്കെ എനിക്ക് എൻ്റെ സ്വന്തം ഇടവകപ്പള്ളിയിൽ പോകാനോ, അല്ലെങ്കിൽ ഞാൻ അത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന പള്ളിയിലെ കാര്യങ്ങളിൽ ഇടപെടാനോ, അല്ലെങ്കിൽ ഒരു തമ്പുരാനോട് ഒരു ചെറിയൊരു അകൽച്ച വന്ന പോലെ ആയിപ്പോയി. മര്യാദയ്ക്ക് കുർബാനയ്ക്ക് കൂടാൻ പറ്റുന്നില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റുന്നില്ല, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു അകൽച്ച തമ്പുരാൻ്റെ അടുത്തുനിന്ന് വന്നു. പക്ഷെ ബാക്കി എല്ലാം കൊണ്ടും എനിക്ക് എല്ലാം പൂർണ്ണമായിരുന്നു. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്കിലും കടക്കാൻ നേരത്തെ ഒരു ചെറിയൊരു ശൂന്യത എനിക്ക് അനുഭവപ്പെടുമായിരുന്നു. കാരണം എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും തമ്പുരാനില്ലെങ്കിൽ അതൊരു വലിയ കുറവ് തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നവർ വിചാരിക്കും സമ്പത്തുണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് വിചാരിക്കും. ഒന്നുമല്ല, സമ്പത്ത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. പണത്തിൻ്റെ മുകളിൽ കടന്നുറങ്ങുന്നവർ പോലും ഇത്രയും ആലോചിച്ചാൽ മതി, നമ്മൾ രാത്രി കടന്നുറങ്ങാൻ നേരത്ത് സമാധാനമായിട്ടാണോ ജസ്റ്റ് ഒന്ന് കിടക്കുന്നതെന്ന് വിചാരിച്ചാൽ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാവും ഒരു ശൂന്യത എങ്ങനെ ക്ലിയർ ആക്കണം. തമ്പുരാനോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം. ഇന്നിപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന നിലവിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു കോൺട്രാക്ടറുടെ സൈറ്റ് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിലവിൽ പഴയ സാലറി ഒന്നും എനിക്കില്ലെങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും മെച്ചമായിട്ട് കണ്ടൊരു കാര്യം, എനിക്ക് എൻ്റെ വീട്ടിൽ പോയി കിടക്കാം, വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടാം, എൻ്റെ ഇടവക പള്ളിയിൽ എനിക്ക് കുർബാന കൂടാം, അതുപോലെ തന്നെ തമ്പുരാനോട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ ഞാൻ സന്തോഷവാനായിരുന്നു, സാലറി കുറഞ്ഞിട്ടും. അപ്പോൾ തമ്പുരാൻ്റെ അടുത്ത് ഞാൻ അതിനെക്കുറിച്ചൊന്നും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ തമ്പുരാൻ അതിലും നല്ല രീതിയിൽ എന്നെ ഉയർത്തി. ഞാൻ ബിടെക് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ച എൻ്റെ ലൈസൻസ്, എൻ്റെ എഞ്ചിനീയർ എന്ന് പറഞ്ഞ A ക്ലാസ് ലൈസൻസ് ഉണ്ട് എനിക്ക്. അത് ഞാൻ ഇത്രയും കാലം 3 വർഷം യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് നിലവിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഒരു ഫേമിൽ നിന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലൈസൻസിൻ്റെ വില ഞാൻ എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പം നിലവിൽ ചിലർക്കൊക്കെ അറിയാം, അത് നമുക്ക് പെർമിറ്റിന് സൈൻ ചെയ്യാം, വാല്യൂഷൻ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യാം, എസ്റ്റിമേറ്റ് സൈൻ ചെയ്യാം, അങ്ങനെ എല്ലാം സൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ആ പഴയ നിന്ന പൊസിഷനെ കഴിഞ്ഞ് എല്ലാം കൂടുതലായിട്ട് എൻ്റെ ലൈസൻസ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിൽ ഉയർച്ച എനിക്ക് നൽകി തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ ദൈവത്തിന് ഒരുപാട് നന്ദി ഞാനിവിടെ നിന്ന് ഈ ഒരു വേദിയിൽ പറയുക. അപ്പം എൻ്റെ അനുഭവങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് ചിലപ്പോൾ ഒരു കെട്ടുകഥയായിട്ടൊക്കെ തോന്നിയേക്കാം. അപ്പം ഞാൻ 1-2 മഹത് വ്യക്തികളുടെ പേരും കൂടെ നിങ്ങളോട് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന 1-2 ആൾക്കാരുടെ പേര് ഞാൻ പറയുകയാണ്. സർ ഐസക് ന്യൂട്ടൺ, അദ്ദേഹം ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച മഹാനായ വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം തമ്പുരാനെ മനസ്സിലാക്കിയത് ബൈബിളിൽ നിന്നാണ്. 1.3 മില്യൺ വേർഡ്സ് അദ്ദേഹം ബൈബിളിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന സെർച്ച് എഞ്ചിൻസ് ഉണ്ട്, അതിൽ സെർച്ച് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് അർജൻറ്റീനയുടെ ഫേമസ് കളിക്കാരൻ ലയണൽ മെസ്സി. അദ്ദേഹം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓരോ തവണ ഗോൾ വഴങ്ങുമ്പോഴും ഞാൻ നന്ദി പറയുന്നത് എന്നെ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഗ്രാൻഡ് മദറിനോ അല്ലെങ്കിൽ അർജൻറ്റീനയുടെ ദൈവമെന്ന് ആളുകൾ പറയുന്ന ഡിയാഗോ മറഡോണയ്ക്കോ അല്ല. ഞാൻ നന്ദി പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനാണ്. അതുപോലെ തന്നെ നെയ്മർ, പിന്നെ ഉറുഗ്വേയുടെ മെയിനായിട്ടുള്ള കളിക്കാർ, സ്ട്രൈക്കർ കവാനി, അങ്ങനെ ആരുടെ ലൈഫ് എടുത്താലും, അതുപോലെ തന്നെ എന്താ പറയുക, നേഴ്സിങ്ങിൻ്റെ
നേഴ്സിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സമ്പ്രദായത്തെ കൊണ്ടുവന്ന നെറ്റിംഗേൾ എന്ന് പറഞ്ഞ ആ ഒരു യുവതിയാണെങ്കിൽ പോലും ആരുടെ ലൈഫ് എടുത്താലും അവരെല്ലാം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ലൈഫിലെ ആ ഒരു ഉയർച്ചയ്ക്ക് കാരണം, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു എന്ത് പ്രശ്നങ്ങൾക്കാണെങ്കിലും ഒരു സൊല്യൂഷൻ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം നിങ്ങളോട് ഇന്ന് തമ്പുരാനെ കുറിച്ച് പറയാൻ സാധിച്ചതിനെ ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട നിറവിൽപ്പുഴ നിവാസികളെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, തമ്പുരാൻ്റെ സ്നേഹം എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്ര വലുതാണ്. പെറ്റമ്മ മറന്നാൽ പോലും നമ്മളെ മറക്കാത്ത ഒരു സ്നേഹമാണ് തമ്പുരാൻ്റെ. നമ്മൾ ആ പാട്ടിൻ്റെ അകത്ത് കേട്ടാൽ തന്നെ അറിയാം, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനേ നീ എന്നാശ്രയം. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനേ നീ എന്നാശ്രയം. അപ്പം സ്നേഹം നിറഞ്ഞ എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എനിക്ക് വീണ്ടും അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ എന്ത് അവസ്ഥയിലായിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങളിലായിക്കോട്ടെ, നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.